ഉണ്ടായിരുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലെ ജോബും കളഞ്ഞൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നു. സ്റ്റാർട്ടിങ് എ ബ്രാൻഡ് ഇൻ 10 days. Day 3. യെസ് ഗായ്സ്, ശരിയാണ്. ഒരു സെക്യൂറായ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലെ അക്കൗണ്ട് ജോബ് ഞാൻ ക്വിറ്റ് ചെയ്തു. അതൊരു ബാക്കപ്പ് ഉണ്ടായിരുന്നുകൊണ്ടല്ല, അതൊരു ഡ്രീം ഉണ്ടായിരുന്നുകൊണ്ടാണ്. നിങ്ങൾക്ക് പലർക്കും ഉണ്ടായിരിക്കാവുന്ന ഒരു സ്വപ്നം. സ്റ്റാർട്ടിങ് എ ഓൺ സ്റ്റാർട്ടപ്പ്. ഒരു സ്റ്റാർട്ടപ്പിൻ്റെ മെയിൻ പാർട്സാണ് ബ്രാൻഡ് നെയിമും ലോഗോയും ഡൊമൈൻ നെയിമും അതുപോലെ ലീഗൽ ഫോർമാലിറ്റീസും. ബ്രാൻഡ് നെയിമും ലോഗോയും നിങ്ങൾക്ക് അറിയുന്നത് പോലെ നമ്മൾ ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞു. ഒരു ബ്രാൻഡിൻ്റെ ലോഗോ ആൻഡ് നെയിം എങ്ങനെ ആയിരിക്കണമെന്ന് നിങ്ങൾക്കറിയാമോ? സിമ്പിളായിട്ട് പറഞ്ഞു തരാം. ഇത് നിങ്ങളുടെ ബ്രാൻഡ് ലോഗോ ആണെന്ന് വിചാരിക്കുക. ഇതിപ്പോൾ എൻ്റെ കൈ കൊണ്ട് മറച്ചു കഴിഞ്ഞാൽ ഏത് ബ്രാൻഡാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമോ? ഉറപ്പായും കഴിയില്ല. ഇതുപോലെ തന്നെ ഞാൻ വേറെ ചില ബ്രാൻഡിൻ്റെ ലോഗോ മറച്ച പ്രൊഡക്ട്സ് കാണിച്ചു തരാം. അത് ഏത് ബ്രാൻഡാണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുമോ എന്ന് നോക്കൂ. ഇത് അല്ലെങ്കിൽ ഇത്, അതുമല്ലെങ്കിൽ ഇത്. ഇവ ഏതൊക്കെ ബ്രാൻഡാണെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടാകും. അതായത് റോൾസ് റോയ്സ് എന്ന കമ്പനി കാറല്ല സെയിൽ ചെയ്യുന്നത്, അവരുടെ ലക്ഷറീസ് ആണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ കമ്പനിയും. വി സെയിൽ ദ അഫോർഡബിലിറ്റി. അഫോർഡബിൾ ആയിട്ടുള്ള പ്രീമിയം പ്രൊഡക്ട്സ് സാധാരണക്കാർക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. വീഡിയോയുടെ ലെങ്ത് കൂടിയത് കൊണ്ട് ഡൊമൈൻ നെയിമിനെ കുറിച്ചും ലീഗൽ ഫോർമാലിറ്റീസിനെ കുറിച്ചും ലോഗോ എങ്ങനെ ക്രിയേറ്റ് ചെയ്തു എന്നും നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞു തരാം.